വീട്ടിൽ വഴക്ക് മൂക്കുമ്പോൾ അടുത്ത വീട്ടിലേക്ക് വിരൽ ചൂണ്ടി ഭാര്യ ഭർത്താവിനോട് പറയും, ദേ ആ വീട്ടുകാരെന്നെങ്കിലും വഴക്കിടുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ കണ്ട് പഠിക്ക്. അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഭർത്താവ് തീരുമാനിച്ചു. ആ വീട്ടിൽ ഭാര്യ എന്തോ പാചകം ചെയ്യുന്നു. ഭർത്താവ് എഴുതുകയാണ്. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഭർത്താവ് അതെടുക്കാനായി പാഞ്ഞു. ആ പോക്കിൽ ഒരു പാത്രത്തിൽ ചവിട്ടി അത് ഉടഞ്ഞുപോയി. അയാൾ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കുമ്പോൾ ഭാര്യ സഹായിക്കാനെത്തി. ഭർത്താവ് പറഞ്ഞു, ക്ഷമിക്കണം, ഫോൺ എടുക്കാനുള്ള ഓട്ടത്തിനിടെ പാത്രം ഞാൻ കണ്ടില്ല. ഉടൻ ഭാര്യ പറഞ്ഞു, എന്റെ പൊന്നെ, അതെന്റെയും കൂടി കുഴപ്പമാണ്. ഞാൻ ആ വഴിയിൽ പാത്രം വച്ചതാണ് പ്രശ്നം. ഇതെല്ലാം നിരീക്ഷിച്ച അയൽക്കാരൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, അവർ രണ്ടുപേരും തെറ്റുകാരാണ്. നമ്മൾ രണ്ടുപേരും എപ്പോഴും ശരി മാത്രം ചെയ്യുന്നവരും. സ്വയം ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് വലിയ തെറ്റ്. പരസ്പരം കലഹിക്കുന്നവർ ഒരു നിമിഷം ശണ്ഠ നിർത്തി അന്യോന്യം സ്ഥാനം മാറി നിന്ന് വഴക്ക് തുടർന്നു നോക്കൂ. കലഹം അവിടെ അവസാനിക്കും. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തുടങ്ങുന്ന ലഹള പിന്നീട് തുടരുന്നത് വഴക്കിനിടയിൽ ഉപയോഗിച്ച വാക്കുകളെ ചുറ്റിയായിരിക്കും. അവസാനം കലഹത്തിന്റെ കാരണം അപ്രസക്തമാകും, രീതി മാത്രം പ്രസക്തമായി നിൽക്കും. എന്തിനു വേണ്ടി വഴക്ക് തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ വഴക്ക് തുടർന്നു എന്നതിലാണ് ആത്മനിയന്ത്രണത്തിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. കലഹം ജയിച്ചാലും കലഹിച്ചവരെ നഷ്ടപ്പെടാറുണ്ട്. പിന്നെ ജയിച്ചിട്ടെന്ത് കാര്യം? ഓരോ വാദവും ആരാണ് തെറ്റുകാരൻ എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ എന്താണ് തെറ്റ് എന്ന് വിലയിരുത്താനായിരുന്നുവെങ്കിൽ ഒരു തെറ്റും ആവർത്തിക്കപ്പെടില്ലായിരുന്നു.